ആമേൻ. വേദപുസ്തകം വലത്തേക്ക് പിടിക്കാം. പറഞ്ഞാട്. ഞാൻ കേൾക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനം, യേശു കർത്താവിന്റെ വചനം, പരിശുദ്ധ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം. അതെനിക്ക് ജീവൻ തരും, അതിനെ രൂപാന്തരപ്പെടുത്തും. വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും, വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും, വചനത്താൽ ഞാൻ സമൃദ്ധിയായി അനുഗ്രഹം പ്രാപിക്കും. വേദപുസ്തകം താഴ്ത്തി വെക്കുക, കരങ്ങളെ തട്ടി. മനുഷ്യൻ ഒരു ട്രൈപാർട്ട് ബീയിങ് ആണ്. എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങളുള്ള ഒരു സംവിധാനമാണ് മനുഷ്യൻ. എന്താണ്? ദേഹം, ദേഹി, ആത്മാവ്. ദേഹവും ദേഹിയും അത് മരണത്തോടുകൂടെ അവസാനിക്കുന്നതാണ്. എന്നാൽ ആത്മാവ് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. ആത്മാവിന് എന്തില്ല? മരണമില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ആത്മാവിന് ഒന്നുകിൽ നിത്യ നരകം അല്ലെങ്കിൽ നിത്യ സ്വർഗം. ആത്മാവിനെ ഹത്യ ചെയ്യുവാൻ ആർക്കും കഴിവില്ല. നമ്മുടെ ശരീരത്തെ കൊല്ലാം, ദേഹിയെ കൊല്ലാം, ദേഹത്തെ കൊല്ലാം, ആത്മാവിനെ കൊല്ലുവാൻ ആർക്കും കഴിവില്ല. നമ്മുടെ ആത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ ആത്മാവ് എത്രമാത്രം ശക്തമാണ്, ദൈവത്തിൽ ബലപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നല്ലതാകുന്നത്. രാമൻ പറഞ്ഞാട്ടെ. നമ്മുടെ അകത്തെ മനുഷ്യൻ എത്രമാത്രം ബലവാനാണ്, അത്രമാത്രം പുറത്തെ മനുഷ്യൻ ബലവാനായിരിക്കും. രാമൻ പറഞ്ഞാട്ടെ. പുറത്തെ മനുഷ്യൻ എത്രമാത്രം ബലവാനാണെങ്കിലും അകത്തെ മനുഷ്യൻ ബലമില്ലാത്തവനാണെങ്കിൽ പെട്ടെന്ന് മരണം അല്ലെങ്കിൽ നിരാശ വന്ന് നാം തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെ ഒരുപാട് പേർക്ക് വന്നത് നമുക്ക് കാണാൻ കഴിയും. നന്നായിട്ട് പോയ വ്യക്തിയാണ്, പെട്ടെന്ന് വിഷാദ രോഗത്തിന് അടിമയായി, പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തു, പെട്ടെന്ന് നാട് വിട്ടുപോയി. ഇങ്ങനെ കേൾക്കാറുണ്ട് അല്ലേ? കാര്യം എന്താണ്? അകത്തെ മനുഷ്യനിൽ ബലമില്ല. ഈ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒരു ടോണിക്കും ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടാനില്ല. ഒരവ പറഞ്ഞാട്ടെ. എന്നാൽ അത് നൽകുവാൻ ദൈവവചനത്തിന് കഴിയും. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിന് പ്രത്യേകിച്ച് യേശുവിന്റെ വചനത്തിന് നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ കഴിവുണ്ട്. ഈ അകത്തെ മനുഷ്യനും മനസ്സും അമൂർത്തമാണ്. ആർക്കും കാണാനൊക്കുവോ? കാണാനൊക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ സത്യമാണോ? സത്യമാണ്. ഇത് എൻ്റെ ആത്മാവാണെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാൻ ഒക്കുവോ? ഇതാണ്ട് ഇത് മനസ്സിനെടുത്ത് കാണിക്കാൻ ഒക്കുവോ? ഇല്ല. അമൂർത്തങ്ങളാണ്. നമുക്കറിയാം എന്തോ ഒരു കാര്യം അകത്തിരിക്കുന്നുണ്ട്, ഒരു പ്രത്യേക മനുഷ്യൻ അകത്തുണ്ടെന്നൊരു ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ ബുദ്ധി മനസ്സ് മണ്ഡലത്തിൽ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്നൊരു ചിന്ത നമുക്കുണ്ട്. പക്ഷേ ഇതെടുത്തു കാണിക്കാനോ അതിനെ പ്രദർശിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. അകത്തെ മനുഷ്യൻ ദൈവം തന്ന ജീവശ്വാസമാണ്. ദൈവം മനുഷ്യനെ എന്ത് ചെയ്തു? മണ്ണുകൊണ്ട് ഉണ്ടാക്കി, മെടഞ്ഞു. എന്നിട്ട് അവന്റെ മൂക്കിലേക്ക് എന്ത് ചെയ്തു? ജീവശ്വാസം ഊതി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനെ ദൈവം പങ്കുവെച്ചു. ഒരാമേൻ പറഞ്ഞാട്ട്. നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ജീവനാണ്. ദൈവത്തിന്റെ ജീവൻ, നിന്റെ ആത്മാവെന്ന ഘടകം അത് ദൈവത്തിന്റെ ജീവനാണ്. ദൈവത്തിൽ വ്യാപരിച്ച ജീവനാണ്. അതിന് നിന്നെ ദൈവത്തെ പോലെ മാനിക്കുവാൻ കഴിയും, ഉയർത്തുവാൻ കഴിയും, പണിയുവാൻ കഴിയും, മെടയുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് എത്തിയോടെ സ്തുതിക്കട്ടെ. പ്രത്യേകമായിട്ട് എനിക്കും നിനക്കും ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? ദൈവം സ്വന്തം ജീവനെയാണ് എന്നിലേക്ക് പകർന്നത്. അതുകൊണ്ട് തന്നെ ആ ജീവന്റെ ആ ആഴങ്ങൾ ബോധ്യപ്പെട്ട് പ്രവർത്തിച്ചാൽ എനിക്കും
ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും, ദൈവത്താൽ മാനിക്കപ്പെടുവാൻ കഴിയും, ദൈവത്താൽ ഉയർത്തപ്പെടാൻ കഴിയും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പല ആൾക്കാരും എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. അവർ പറയും, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ആ രോഗം, ഈ രോഗം, വിഷാദ രോഗം, നിരാശ. ഞാൻ പറയും, മത്തായി, മർക്കോസ്, ലൂക്കോസ് എടുത്ത് വായിക്കുക. എവിടെ വായിക്കണം? മത്തായി വേദപുസ്തകത്തിലെ ഏറ്റവും വിലപ്പെട്ട 4 പുസ്തകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പറയണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. കാര്യം എന്താണ്? അതിനകത്ത് യേശുവിൻ്റെ വചനമുണ്ട്. വചനം യേശുവാണ്, യേശു വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനത്തിന് കയ്യും കാലും വെച്ചതാണ് യേശു. അപ്പോൾ വചനം എന്താണ്? വചനം ജീവനാണ്, വചനം ദൈവമാണ്, വചനം യേശുവാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കണം. വായിച്ചാൽ യേശുവിൻ്റെ വചനങ്ങൾ നമ്മളെ ധൈര്യപ്പെടുത്തും, ബലപ്പെടുത്തും. നമ്മൾ മിക്കപ്പോഴും വായിക്കുന്നത് ഏതാണെന്ന് അറിയാമോ? സങ്കീർത്തനങ്ങളാണ്. എന്തുകൊണ്ടാണ് വായിക്കുന്നത്? ഒരു സങ്കീർത്തനം 4, 5, 6 വാക്യങ്ങളെ കാണത്തുള്ളൂ. പെട്ടെന്ന് വായിക്കാം. മാത്രമല്ല പെട്ടെന്ന് എടുക്കാനൊക്കും, അല്ലേ? പലപ്പോഴും ഈ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ വായിക്കാൻ ഒരു പ്രതികൂലം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുമുണ്ട്. കാര്യം പിശാചിനറിയാം ഇത് വായിച്ചാൽ എന്തോ കിട്ടും? ദൈവത്തിൽ ആഴമായ വിശ്വാസം കിട്ടും. അതുകൊണ്ട് വളരെ പ്രയാസമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കാൻ. പക്ഷേ സത്യം എന്താണ്? ഇത് വായിച്ചാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ഇത് വായിച്ചാൽ ഇന്നർ മാൻ അകത്തെ മനുഷ്യൻ ബലപ്പെടും. നീയും ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. നമുക്ക് ചില യേശുവിൻ്റെ വാക്കുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ആദ്യമായി പറയട്ടെ. ആദ്യമായിട്ട് കർത്താവിലേക്ക് വരുന്നവര്, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവര് പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ നിറയ്ക്കണം. പറയാൻ കാരണം, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ നിരാശകൾ, പഴയ പൈശാചിക ചരക്കുകൾ എല്ലാം കഴിഞ്ഞുപോയി. ശുദ്ധീകരിക്കപ്പെട്ട, അടിച്ചുവാരി വൃത്തിയാക്കപ്പെട്ട ഒരു നിലവാരമാണ് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ എനിക്കും നിനക്കും സംഭവിക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ട്. പക്ഷേ അടിച്ചു വാരിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ശൂന്യമായി ഇട്ടേക്കരുത്, അതിനകത്ത് നിറയ്ക്കണം. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. യേശു പഠിപ്പിച്ചു, പിശാച് ഒരുവനെ വിട്ടുമാറിയാൽ അവൻ തണുപ്പ് തേടി നടക്കും. കിട്ടാതെ പോയിട്ട് 7 ദുഷ്ടാത്മാക്കളുമേ കൂട്ടിക്കൊണ്ടുവരും. എവിടുന്നാണോ പോയത് അവിടെ കയറി പാർത്ത് ആ വീടിനെ ദുസ്സഹമാക്കും. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പിശാചിനെ ഇറക്കി വിടുകയാണ്, പാരമ്പര്യ ശാപങ്ങളെ മുറിക്കുകയാണ്, ഒരു പുതിയ ജീവിതം അവന് ലഭ്യമാക്കുകയാണ്. പക്ഷേ ഈ പിശാച് വെറുതെ ഇരിക്കത്തില്ല. അവന്റെ താല്പര്യം എന്താണ്? വീണ്ടും പഴയ വീട്ടിലേക്ക് മടങ്ങി വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? 7 ദുഷ്ടാത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവരും. വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? നന്നായിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. നല്ല സോഫയെല്ലാം ഇട്ട്, നല്ല വിരിയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. പക്ഷേ അതിനകത്ത് വചനം നിറഞ്ഞിട്ടില്ല. അതിനകത്ത് ദൈവത്തിൻ്റെ വലിപ്പം നിറഞ്ഞിട്ടില്ല. അതിനകത്ത് വിശ്വാസം നിറഞ്ഞിട്ടില്ല. അവൻ നോക്കുമ്പോൾ സ്ഥലമുണ്ട്, അവൻ എന്ത് ചെയ്യും? അതിനകത്ത് കയറി പാർത്ത് ആ വീടിന് നില ദുസ്സഹമാക്കി മാറ്റും. എന്താണ് പ്രതിവിധി? എന്താണ് പരിഹാരം?
വേഗത്തിൽ ദൈവത്തിന്റെ വലിപ്പം കൊണ്ട് നമ്മുടെ അകം നിറയ്ക്കണം. വിശ്വാസ വാക്കുകൾ കൊണ്ട് നമ്മുടെ അകം നിറയ്ക്കണം. ഒരാമേൻ പറഞ്ഞാട്ട് ദൈവത്തിന്റെ വലിപ്പം കൊണ്ട് അകം നിറയ്ക്കണം. വളരെ സങ്കടത്തോടൊരു കാര്യം പറയട്ടെ, 30-60 വർഷമൊക്കെ പെന്തക്കോസ്ത് ഗോളത്തിൽ നിൽക്കുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഒരു 10 ദൈവത്തിന്റെ വലിപ്പം പറയാൻ കഴിയുമോ? പലർക്കും അതിന് കഴിവില്ല. കാരണം ആ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻസ് പല സഭകളും കൊടുക്കാറില്ല. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അന്യഭാഷ പറയണം, അല്ലെങ്കിൽ കർത്താവിന് മേശ പങ്കെടുക്കുന്നതൊക്കെ ഓക്കെ. എന്നാൽ ദൈവത്തിന്റെ വലിപ്പം ഉൾക്കൊള്ളണം, അത് പറയണം, അത് കാണാപ്പാഠം പഠിക്കണം എന്ന് പഠിപ്പിക്കുന്ന സഭകൾ വളരെ വളരെ കുറവാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. നിന്റെ അകം ദൈവത്തിന്റെ വലിപ്പത്താൽ നിറയണം. നീ പറയണം, അത്യുന്നതനായ ദൈവം, തേജോമയനായ ദൈവം, സർവശക്തിയുള്ള ദൈവം, പിശാചിന് ഇടമില്ലാതെ വണ്ണം, പിശാചിന് കയറി പാർക്കുവാൻ ഇടമില്ലാതെ വണ്ണം നിന്റെ അകം ദൈവത്തിന്റെ വലിപ്പത്താൽ നിറയ്ക്കണം, നിറയ്ക്കണം, നിറയ്ക്കണം. ഒരു സ്വയപരിശോധനയ്ക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഓൺലൈനിൽ കാണുന്നവരെ, ഒരു സ്വയപരിശോധനയ്ക്ക് എത്രമാത്രം ദൈവത്തിന്റെ വലിപ്പം എനിക്കറിയാം. എത്രമാത്രം ദൈവത്തിന്റെ വലിപ്പം എനിക്കറിയാം. ഒരു ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, നീയും ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുവാൻ, പിശാചിനെ അകറ്റി നിർത്തുവാൻ. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, പല പഴയ പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ പിശാചിന് ഒരു പിശാച്, ഒരു പിശാച്, ഭാപിശാച്, 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 4 കുട്ടി പിശാച് നിൽക്കുക. ഇങ്ങനൊന്നും പറഞ്ഞാൽ പിശാച് പോകത്തില്ല മക്കളെ. പൂച്ചയ്ക്ക് ഉണക്കമീൻ കൊടുത്തിട്ട് പോടാ പൂച്ച എന്ന് പറയാൻ പൂച്ച പോവുമോ? ഉണക്കമീൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പൂച്ചയുടെ താല്പര്യം എന്താണ്? എങ്ങനെയെങ്കിലും ഈ ഉണക്കമീനും കൊണ്ട് പോകണം, അല്ലേ? പ്രകാരം ചൊല്ലുണ്ട്, പെരപ്പുറത്ത് ഉണക്കമീൻ ഇരുന്നാൽ മലപ്പുറത്തുനിന്ന് ഉറുമ്പ് വരും. പെരപ്പുറത്ത് ഉണക്കമീൻ, മലപ്പുറത്തുനിന്ന് ഉറുമ്പ് അവിടെ വരും. അപ്പോൾ ചില കാരണങ്ങളുണ്ട് നമ്മൾ നശിക്കുവാൻ, അതുപോലെ ചില കാരണങ്ങളുണ്ട് നമ്മൾ ഉയരുവാൻ. ഒരമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വലിപ്പം നമ്മുടെ അകത്ത് നിറയണം. അത് നാം വില കൊടുത്തേ മതിയാകും. ഒരമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ അകത്ത് ആ ദൈവത്തിന്റെ വലിപ്പം നിറയ്ക്കുവാൻ നമ്മൾ ചില കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കണം. ദൈവത്തിന്റെ വലിപ്പം കാണാപ്പാഠം പഠിക്കണം. പറയണം, അത്യുന്നതനായ ദൈവം, തേജോമയനായ ദൈവം, സർവശക്തിയുള്ള ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ദൈവം. ഇങ്ങനെയുള്ള ദൈവത്തിന്റെ വലിപ്പം ഉൾക്കൊണ്ടാൽ നിനക്ക് പിശാചിനെ പോ പിശാചേ, പോ പിശാചേ എന്ന് പറയേണ്ട ആവശ്യമില്ല. പിശാച് താനേ ഓടിപ്പോ. രാമൻ പറഞ്ഞാട്ടെ. അവൻ പറയുന്ന കാര്യം എന്താണ്? അവളുടെ അകത്ത്, അവന്റെ അകത്ത് എനിക്കിരിക്കാൻ അല്പം പോലും സ്ഥലമില്ല. അതാണ് വാക്യം പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. ശ്രദ്ധിച്ച് കേൾക്ക്, പിശാചിന് ഇടം. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് ഇടം കൊടുക്കണം. മനഃപൂർവമായിട്ട് അകം അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു പുസ്തകം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ കോപ്പികളുണ്ട്, സൗജന്യമാണ്. ആർക്കെങ്കിലും ഇല്ലെങ്കിൽ അത് വാങ്ങിയേ പോകാവൂ. ദൈവത്തിൻ്റെ വലിപ്പവും വിശ്വാസ വാക്കുകളും. ഈ ബുക്ക് കാരണം അനേകായിരങ്ങൾ പല രാജ്യങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. പലപ്പോഴും ഫോണിൽ കൂടെ എൻ്റെ കോപ്പി ചോദിക്കും, വാട്സപ്പ് കോപ്പി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ആർക്കെങ്കിലും വാട്സപ്പ് കോപ്പി വേണമെങ്കിൽ ഒരു ഹായ് ഇട്ട് പറഞ്ഞാൽ മതി, പാസ്റ്ററെ എനിക്ക് വിശ്വാസവാക്കിൻ്റെ ഒരു വാട്സപ്പ് കോപ്പി വേണം, ഞാൻ അയച്ചു തരാം. സൗജന്യമാണ്. ഇവിടെ ഒന്നും കച്ചവടമില്ല. ഇത് കച്ചവട കേന്ദ്രമല്ല, ഇത് ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയമാണ്. പക്ഷേ ഈ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിന്റെ അകത്ത് ദൈവം വലുതാകണം. രാമൻ പറഞ്ഞാട്ട്, ദൈവം വലുതാകുമ്പോൾ നിന്റെ പ്രതീക്ഷകൾ വലുതാകും,
ദൈവം വലുതാകുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ വലുതാകും. ദൈവം വലുതാകുമ്പോൾ പിശാച് നിസ്സാരനാകും. ദൈവം വലുതാകുമ്പോൾ പ്രതികൂലങ്ങൾ നിസ്സാരമാകും. ദൈവം വലുതാകുമ്പോൾ നീ മറികടക്കും, അതിജീവിക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒന്ന്, നിന്റെ അകത്ത് നിറയ്ക്കേണ്ട ദൈവത്തിന്റെ വലിപ്പമാണ്. രണ്ട്, വിശ്വാസ വാക്കുകളാണ്. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നീ മുൻകൂട്ടി പറയണം. ഒരു വിശ്വാസി അനുഗ്രഹം പ്രാപിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ വലിപ്പം പറയുക, വിശ്വാസ വാക്കുകൾ പറയുക, പ്രാർത്ഥിക്കുക, രാത്രിയിൽ പ്രാർത്ഥിക്കുക, മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, ആലയത്തിൽ വന്ന് വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, ലോകത്താകമാനുള്ള ഭക്തന്മാർക്കൊപ്പം ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ വിഷയം ഏൽപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് നടപടി ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, ഞാൻ നേരത്തെ വീട്ടിൽ വന്നു. ആലയത്തിൽ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ല മനുഷ്യനെ കിട്ടിയിട്ടുണ്ട്. അയാൾ ഉത്തരവാദിത്തോടെ പണികൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. അയാൾ തന്നെ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യും. എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മുതൽ കൂടെയാണ്. കാരണം ഒരു ദിവസം തന്നെ 4000-ഓളം രൂപ കൂലിയായിട്ട് കൊടുത്ത സമയത്താണ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു നല്ല മനുഷ്യനെ എനിക്ക് വേണം. ഒറ്റയ്ക്ക് ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു നല്ല മനുഷ്യനെ. 4000 രൂപ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൈവം ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. എൻ്റെ ഫോണിൽ കിടന്ന ബന്ധമാണ്. ഞാൻ വിളിച്ചു. അയാളുടെ ഒരു ശശി എന്നാണ്. അയാൾ വന്നു. അയാൾ വന്നപ്പോഴത്തേക്ക് അയാൾ ഒരു അറിവില്ലാത്ത മനുഷ്യനെ പോലെയാണ് എൻ്റെ അടുക്കൽ വന്നത്. എല്ലാ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കണം. അത് ചെയ്യേ, ഇത് ചെയ്യേ. പക്ഷേ അല്പ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇതുപോലെ അറിവുള്ള മനുഷ്യൻ വേണം. അയാൾ ഇങ്ങനെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുകയാണ്, പമ്മി നിൽക്കുകയാണ്. പക്ഷെ അയാൾക്കെല്ലാം നമ്മളെക്കാൾ നല്ല അറിവുണ്ട്. മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞാൽ ഒക്കത്തില്ല എന്ന് പറയത്തില്ല. അതാണ് ഒരു പണിക്കാരൻ്റെ ഏറ്റവും വലിയ ഗുണം. എന്താണ്? അത് ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ പണി മുമ്പോട്ട് പോകുമോ? ഇല്ല, നോക്കാം, നമുക്ക് ശ്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ പറയണം. നെഗറ്റീവായിട്ടൊരു ഒരു കമൻ്റ് അത് ഇടത്തില്ല. ചെയ്യാം സാർ, ചെയ്യാം സാർ. മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഒരു ബോസിനെ പോലെ എന്നെ അനുസരിക്കുന്ന ഒരു വ്യക്തി. ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ ഞാൻ പഠിക്കണം. നിന്റെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ നല്ലതിനെ ദൈവം ഒരുക്കും. ചെറുതാകട്ടെ വലുതാകട്ടെ, ചെറിയ ആവശ്യമാകട്ടെ വലിയ ആവശ്യമാകട്ടെ, നിന്റെ ആവശ്യം പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമെങ്കിൽ ദൈവം നല്ലതിനെ ഒരുക്കും. ഞാൻ പറയാൻ കാരണം, അവിടെ കൂടെ നിൽക്കണ്ട. ഒരു നിമിഷം പോലും അയാൾ മിണ്ടായിരിക്കത്തില്ല, വെറുതെ ഇരിക്കത്തില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഒരു അരമണിക്കൂർ സമയം അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? നല്ല കാറ്റാണ് 8ാം നിലയിൽ. അവിടെ പോയിരുന്ന് അല്പനേരം കാറ്റുകൊണ്ട് ഒന്ന് ഇരുന്നേ മയങ്ങത്തുള്ളൂ. വീണ്ടും വന്ന് ജോലികൾ ആരംഭിക്കും. അതുകൊണ്ട് എനിക്ക് അല്പം റിലീഫ് കിട്ടി. ഞാൻ നേരത്തെ വീട്ടിൽ വന്നു. ഒരു 4 മണി ആയപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പ്രയർ ടവറിലേക്ക്, ഏറ്റവും മുകളിലെ നിലയിലേക്ക് പോയി. അല്പനേരം ഞാൻ വിശ്വാസ വാക്കുകൾ പറയാൻ തുടങ്ങി. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു, നന്മയെ വരിക, കൊയ്ത്തേ വരിക. കൈകാട്ടി വിളിച്ചു. 2 കൈയും കാണിച്ച് കൈകാട്ടി വരിക വരിക. നോക്കുന്നവർ കാണുന്നത് എന്താണ്? സാറ് വൈകിട്ടായപ്പം വ്യായാമം ചെയ്യുന്നു. അയാൾ പോലീസുകാരനല്ലേ, അവർക്കൊക്കെ വ്യായാമം ഉള്ളതാണ്. രാവിലെയും പോയി ഞാൻ വ്യായാമം ചെയ്യുകയല്ല, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയാണ്. എനിക്കും നിനക്കും മാതൃകയായിട്ട് അബ്രഹാം അത് ചെയ്തു. എനിക്കും നിനക്കും അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി അപ്രകാരം പ്രവർത്തിക്കുന്ന ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം പോകുന്നത്. പക്ഷേ ഇതിലേതാണ് എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് അത് നമുക്കറിയത്തില്ല. കാര്യം എന്താണ്? അതൊരു മർമ്മമാണ്. അറിഞ്ഞിരുന്നാൽ അതിലേക്ക് മാത്രം നാം ശ്രദ്ധ കൊടുത്തു, അല്ലേ? അത് മാത്രം പ്രാർത്ഥിക്കും, വിളിച്ചുകൊണ്ടേയിരിക്കും. വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ.
അല്ലെ? എല്ലാ പ്രാർത്ഥനയും ആവശ്യമാണ്. വിശ്വാസ വാക്കുകൾ പറയണം, ദൈവത്തിന്റെ വലിപ്പം പറയണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന വേണം, രാത്രിയിൽ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കണം. അതിനൊപ്പം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കണം. അപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ വലിപ്പവും വിശ്വാസ വാക്കുകളും നിറയണം. ഞാനൊരു ചെറിയ കാര്യം പറയുകയാണ്. പഠിക്കാമെങ്കിൽ പഠിക്ക്. ഒരു 7 ദൈവത്തിന്റെ വലിപ്പവും, തുടക്കക്കാരൻ എന്ന നിലയിൽ 7 ദൈവത്തിന്റെ വലിപ്പവും 7 സ്ട്രോങ് വിശ്വാസ വാക്കുകളും നിങ്ങൾ ഏറ്റെടുക്കണം. ഒരു പേപ്പറിൽ എഴുതണം. എന്നിട്ട് നടന്നും ഇരുന്നും അത് കാണാപ്പാഠം പഠിക്കണം. പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ആദ്യമായിട്ട് വന്നവർക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്ക്. ഉയരാൻ താല്പര്യമുണ്ടെങ്കിൽ, പാരമ്പര്യ ശാപങ്ങൾ മുറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്ക്. ഒരു പേപ്പർ എടുത്തിട്ട് 7 ഫലപ്രദമായ വിശ്വാസ വാക്കുകൾ എഴുതണം. വേണമെങ്കിൽ ഞാൻ പറയാം. 1, എൻ്റെ സംവത്സരങ്ങൾ നന്മ കൊണ്ട് അലങ്കരിക്കപ്പെടും എന്ന് പറഞ്ഞാട്ടെ. എൻ്റെ സംവത്സരങ്ങൾ നന്മ കൊണ്ട് അലങ്കരിക്കപ്പെടും. വീണ്ടും വീണ്ടും ഇപ്പോഴുള്ളതിനേക്കാൾ 1000 ഇരട്ടിയായി ദൈവനെ അനുഗ്രഹിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ കൃതാർത്ഥനാകും. സമുദ്രത്തിലെ ധനം എൻ്റെ അടുക്കൽ ചേരും. യെസ്, ഞാൻ തൊടുന്ന എല്ലാറ്റിലും എനിക്ക് ദൈവം അനുഗ്രഹം കൽപ്പിക്കും. എൻ്റെ ദുഃഖം സന്തോഷമാകും. 7 കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, നിങ്ങൾക്ക് ആപ്റ്റായ, ചിലപ്പോൾ നിങ്ങൾക്കൊരു വ്യവഹാരം ഉണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു കേസ് കാണും കോടതിയിൽ. നിങ്ങളുടെ കാര്യമല്ല, ഒറ്റപ്പെട്ട കാര്യം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? എൻ്റെ കാര്യവും വ്യവഹാരവും ദൈവം നടത്തും. എൻ്റെ കാര്യവും വ്യവഹാരവും ദൈവം നടത്തും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. എല്ലാവർക്കും മക്കൾ അനുഗ്രഹം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അല്ലേ? മക്കൾ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഉയർച്ചയില്ല. നിങ്ങൾ വഴിയിൽ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഒരാൾ കാണുകയാണ്, ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ? മക്കൾ എന്തായി? എടാ, നമ്മൾ നല്ല ഉടുപ്പിട്ടിരിക്കുക, അതിനെപ്പറ്റി ചോദ്യമില്ല. ഈ സാരി അത് പെണ്ണുങ്ങൾ ചോദിക്കും, സ്ത്രീകൾ ചോദിക്കും. പക്ഷെ അതിനുപരിയായിട്ട് ചോദിക്കുന്നത് മകൻ എന്തായി, മകളെന്തായി, അല്ലേ? അല്ലേ? ഒരു കല്യാണം കഴിഞ്ഞാലോ വേറെ ചോദ്യം, അവിടെ പറയത്തില്ല. മകളെന്തായി, മകൻ എന്തായി, അല്ലേ? അപ്പൊ നമ്മുടെ വാക്ക് മുട്ടിപ്പോകരുത്. അപ്പോൾ അതിനുള്ള വിശ്വാസ വാക്ക് നമ്മൾ പറയണം. രാമൻ പറഞ്ഞാട്ടെ, എന്ത് പറയണം? എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവിടെ സമാധാനം വലിയതുമായിരിക്കും. എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവിടെ സമാധാനം വലിയതുമായിരിക്കും. ഞാൻ ഒരു പരമാർത്ഥം കൂടെ പറയട്ടെ. ഒരു അനുഗ്രഹം യഥാർത്ഥ അനുഗ്രഹമാകുന്നത് അത് നിങ്ങളെ ആനന്ദ കണ്ണീർ പൊഴിപ്പിക്കുമ്പോഴാണ്. എഴുതി വെച്ചോ. ഒരു അനുഗ്രഹം യഥാർത്ഥ അനുഗ്രഹമാകുന്നത് അത് നിങ്ങളെ ആനന്ദ കണ്ണീർ പൊഴിപ്പിക്കുമ്പോഴാണ്. നിങ്ങളുടെ മക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുമെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാവിയെ ഓർക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുമെങ്കിൽ, ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ കണ്ണ് നിറയുമെങ്കിൽ, അത് ഒരു അസാധാരണ അനുഗ്രഹമാണ്. അതാണ് എനിക്കും നിനക്കും വേണ്ടത്. അത് തരുവാൻ ദൈവത്തിന് കഴിയും, 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 കഴിയും. ഞാൻ പറഞ്ഞത് ഒരു 7 വിശ്വാസ വാക്കും 7 ദൈവത്തിന്റെ വലിപ്പങ്ങളും വീട്ടിൽ പോയി ഒരു പേപ്പറിൽ എഴുതണം. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇതകത്തോട്ട് കയറത്തില്ല. പിന്നെ ഇങ്ങനെ 7 അങ്ങോട്ട് എഴുതുമ്പം 7 അങ്ങോട്ട് പറയുമ്പം മാറ്റം വരാൻ പോകുമല്ലേ? അത് നമ്മുടെ ബുദ്ധിയുടെ ചിന്തയാണ്.
ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, വിശ്വാസമുള്ള ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം. ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, വിശ്വാസമുള്ള ഹൃദയം കൊണ്ട്. ഞാൻ വിശ്വാസവാക്ക് പറഞ്ഞ് പഠിക്കുമ്പോൾ, പറഞ്ഞ് ആരംഭിക്കുമ്പോൾ ഇതുപോലെ പലരും കളിയാക്കിയിട്ടുണ്ട്. ചുമ്മാതാണ്, പുതിയൊരു ഒരു എന്താ ഒരു ഇതുമായിട്ട് വന്നേക്കുക, ആൾക്കാരെ ഒന്ന് അമ്പരിപ്പിക്കണം, ഒരു ഭയങ്കര ഒരു ബൂസ്റ്റ് ചെയ്യണം, അതല്ല ഒന്നുമില്ലെന്ന്. ഈ പറഞ്ഞവനെല്ലാം ചീഞ്ഞളിഞ്ഞു പോയി. ഞാൻ ദുഃഖത്തോടെ പരമാർത്ഥം പറയുകയാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി ഏറ്റെടുക്കണം. ഞാനല്ല സംസാരിക്കുന്നത്, എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. ഇത് നല്ല കാര്യമാണോ? അത് നിങ്ങൾ ഉറപ്പല്ലേ? നല്ല കാര്യം തന്നെയാണ് അല്ലേ? ചീത്ത കാര്യമല്ല പാസ്റ്റർ പറയുന്നത്, എന്തോ ആനുകൂല്യമുള്ള കാര്യം. പക്ഷേ ഇത് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. പിശാചിന് ഒട്ടും ഇഷ്ടമല്ല. പ്രിയമക്കളെ, ഞാൻ വ്യായാമം ചെയ്യുമ്പോഴാണ് വിശ്വാസ വാക്കുകൾ അധികമായി പറയാറുള്ളത്. അതുകൊണ്ട് വ്യായാമം ചെയ്യാൻ ഭയങ്കര മടിയാ. മനസ്സിലാക്കിയോ? ഞാൻ വ്യായാമം ചെയ്യുമ്പോഴാണ് വിശ്വാസ വാക്കുകൾ പറഞ്ഞ് നടക്കാറുള്ളത്. അപ്പോൾ തന്നെ വ്യായാമം ചെയ്യുവാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കാര്യം പിശാചിനറിയാം, വ്യായാമം ചെയ്താൽ എന്ത് പറയും? വിശ്വാസ വാക്ക് പറയും. ഇതിനെ മറികടക്കണം. അപ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു ദിവസം രാവിലെ വിശ്വാസവാക്ക് പറഞ്ഞ് നടന്നാൽ ആ ദിവസം അസാധാരണമായി അനുഗ്രഹം പ്രാപിക്കുന്ന ദിവസമാണ്. The day will go totally different. ഒരാമേൻ പറഞ്ഞാട്ട്, നീ പറയുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ കരങ്ങൾ ചലിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. എന്നും രാവിലെ അല്പം നടക്കാൻ താല്പര്യപ്പെടാറുണ്ട്. മുകളിൽ 8ാം നിലയിൽ 6ാമത്തെ നിലയിൽ അല്പം സ്ഥലമുണ്ട്. ഞാൻ നടക്കും. ഞാൻ പറയും, I am God's child, for I am born of the incorruptible seed of the word of God. I am delivered from the power of darkness and translated in the kingdom of God. I am redeemed from the curse of the law. I am strong in the Lord. I am more than a conqueror. I can do all things through Christ who strengthens me. I am the ambassador to tell the good news. I know my God will never leave me nor forsake me. നടക്കുമ്പോൾ പറയുന്ന വിശ്വാസ വാക്കുകളാണ്. നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല മക്കളെ, ഇത് മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് കാണാപ്പാടം പഠിച്ചതാ. ഹല്ലേലൂയ. മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാണാപ്പാടം പഠിച്ചതാ. കാര്യം അതിൻ്റെ ആനുകൂല്യം എനിക്കറിയാം. ഒരാമേൻ പറഞ്ഞാട്ടെ, അതിൻ്റെ കോൺസിക്വൻസ്, അതിന്റെ അനന്തരഫലം എനിക്കറിയാം. I declare God's incredible blessings over my life. I will see an explosion of God's favor. I will experience surpassing grace of God's goodness. I will overcome every obstacle, every difficulty. My heart will overflow with praise and gratitude for all of His goodness. God's abundance is surrounding my life today. God has a perfect plan concerning my life. In His perfect timing, everything will turn out right. I will fulfill my divine destiny. I declare unexpected blessings are coming my life. God will open up supernatural doors for me. God will speak to the right people about me. I will see favor exceedingly abundantly. I declare I am special. I am God's masterpiece, His most prized possession. I will keep my head held high, knowing that I'm the child of the Most High God. No battle can defeat me. My mind is programmed for victory. By faith, I am well able. I declare breakthroughs are coming my life. Not a trickle, not a stream, but a flood of God's power.
I will not use my words to describe my situation. I will use my words to change my situation. I will not speak to God about how big my problems are. I will speak to the problems about how big my God is. I will use my energy not to worry but to believe. I know God's plan for me is success, victory and abundance. I declare every difficulty, every obstacle is being broken off of me. God has a master plan concerning my life. I will seek His amazing plan. Take me places I never dreamed of. I'm a victor, now be a victim. I declare I am blessed with good family, good arrangements, good wealth, good health, good progress, good prosperity, good children, good surroundings, good co-believers, good wealth, good exodus, good harvest. I declare every negative, every curse that has ever been spoken over me is broken in the mighty name of Jesus. ഇത്രയും കാര്യങ്ങൾ പഠിക്കണമെങ്കിലേ പ്രത്യേകിച്ച് മംഗ്ലീഷുകാരനായ എനിക്ക് ഇത്രയും കാര്യം പഠിക്കണമെങ്കിൽ വളരെ സമയമെടുത്താണ് ഞാൻ ഇത്രയും പഠിച്ചത്. ഒരാമയും പറഞ്ഞിട്ട് മണിക്കൂറുകൾ, ദിവസങ്ങൾ ഇത് പഠിക്കാൻ, കാണാപ്പാഠം പഠിക്കാൻ സമയമെടുത്തു. അത് ദിവസങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് എനിക്കത് പറയാൻ കഴിഞ്ഞത്. എന്താ ഇത്രയും വില ഞാൻ കൊടുത്തതിൻ്റെ കാര്യം എന്താണ്? എനിക്കറിയാം ഇത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരങ്ങൾ ചലിപ്പിക്കപ്പെടും. എൻ്റെ ദൈവം നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. നമ്മളൊക്കെ ശപിക്കപ്പെടാൻ കാര്യമെന്നറിയാമോ? നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. പ്രത്യേകിച്ച് സ്ത്രീകൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ വളരെ കുറച്ച് സ്ത്രീകൾക്ക് മാത്രമേ കഴിവുള്ളൂ. കാര്യം അവർക്ക് ലോകപരിചയമില്ല. പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കും, പെട്ടെന്ന് അയ്യോ എന്ന് വിളിക്കും, പെട്ടെന്ന് കിടന്ന് നെഞ്ചത്ത് ഇടിക്കും. കാര്യം അവർക്ക് ലോകപരിചയം ഇല്ല. അരുത്. അതിന് പകരമായിട്ട് പറയണം, ദൈവം കരുതിക്കൊള്ളും. അബ്രഹാമിനെ പോലെ പ്രതികരിക്കണം. മകൻ പറയാണ്, തീയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം എവിടെ? എടാ വാഴച്ചിക്കട, നിന്നെ ആ കൊണ്ട് യാഗം അർപ്പിക്കാൻ പോകുന്നു, അങ്ങേക്ക് നിന്നെ തന്നെ വേണം എന്നാണോ പറഞ്ഞത്? അല്ല, ദൈവം കരുതിക്കൊള്ളും. ഒരാമയം പറഞ്ഞു കേട്ടോ, ദൈവം കരുതിക്കൊള്ളും. യഹോവ ഇരേ, യഹോവ ഇരേ. ഓ നല്ലത് 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 പ്രതികരിക്കുക, നന്മ വരുമെന്ന് പ്രതികരിക്കുക. പൈശാചികമായി പ്രതികരിക്കുന്നത് നടക്കത്തില്ല. അയ്യോ കഷ്ടം, തൊന്തരവ്, എന്നെയും കൊണ്ടേ മറിയൂ, അയ്യോ നാശം പിടിക്കാൻ എന്ന് പ്രതികരിക്കരുത്. പറയണം, ദൈവം അറിയുന്നു, ദൈവത്താൽ സാധ്യമാണ്. യഹോവ ഇരേ, യഹോവ നിസി, യഹോവ റഫ, യഹോവ ശമ്മ, യഹോവ നിസ്കനു എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളെ അത് ചലിപ്പിക്കും. മാറ്റമുണ്ടാകേണ്ടത് നമ്മുടെ ബന്ധുക്കളിലല്ല, മാറ്റമുണ്ടാകേണ്ടത് നമ്മുടെ നാവിലാണ്. ഒരാമയം പറഞ്ഞാട്ടെ. നമ്മൾ പറയും, ഓ ഭയങ്കര പ്രതികൂലമാണ് അയലത്തുകാരൻ, ബന്ധു, ഭർത്താവ്, ഭാര്യ, മക്കൾ, ഇവരാരുമല്ല നിന്റെ പ്രതികൂലം. നിന്റെ പ്രതികൂലം നിന്റെ നെഗറ്റീവ് നാവാണ്. ഒറ്റപ്പെട്ട കാര്യമാണ് പറയുന്നത്. മാറ്റം വരാൻ വേണ്ടി പറയുക. നോക്കാം, യോഹന്നാൻ 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. യോഹന്നാൻ 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു പറഞ്ഞ ഒരു വലിയ പരമാർത്ഥമാണ് നാം വായിക്കുവാനിടയായത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ, ആ കള്ളൻ ആരാന്നറിയാമോ? പിശാച്. പിശാചിന്റെ മറ്റൊരു പേരാണ് കള്ളൻ. ദൈവത്തിന്റെ മറ്റൊരു പേരാണ് സത്യവാൻ. രാമൻ പറഞ്ഞ ദൈവമക്കളുടെ മറ്റൊരു പേരാണ് സത്യ തൽപരരായവർ. തൽപരരായവർ, സത്യ തൽപരരായവർ.
ദൈവമക്കളുടെ മറ്റൊരു പേരാണ്. എന്നും പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ ഇതിനപ്പുറത്ത് ഒരു സഹായം ചെയ്യാനുള്ള മനസ്ഥിതി ആർക്കില്ല? പിശാചിന് ഇല്ല. പിന്നെന്താ പാസ്റ്ററെ ഞങ്ങളുടെ അയലത്ത് വീട്ടിലെ ചന്ദ്രനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേ പോകുന്നത്? കള്ള് കച്ചവടം നടത്തുന്ന, ചാരായ കച്ചവടം നടത്തുന്ന ചന്ദ്രനെ ഉയർത്തിക്കൊണ്ടേ പോകുന്നു. എന്തിനാ? തള്ളിയിട്ട് നശിപ്പിക്കാൻ. നമുക്കറിയാം മണിച്ചന്റെ കാര്യം അല്ലേ? മണിച്ചൻ വലിയ മദ്യ ദുരന്തത്തിന്റെ ആളാണ് മണിച്ചൻ അല്ലേ? വർഷങ്ങൾ ജയിലിലായിരുന്നു. ഇപ്പോൾ ജയിൽ വിമോചിതനായി. ഉയർത്തി കോടികൾ സമ്പാദിച്ചു. ഉയർത്തി കൊണ്ടുപോയി വീട്ടിൽ വാതിക്കൽ ആര് വന്നു? പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ചില്ലറയും വാങ്ങി. പെട്ടെന്നൊരു ദിവസം ഇതാ 10-30ഓളം പേർ മരണപ്പെടുകയാണ്. പിടിയിലായി, ജയിലിലായി, തടവിലായി, എത്രയോ വർഷങ്ങൾ ജയിലറയ്ക്കുള്ളിലായി. നേടിയതെല്ലാം ആര് കൊണ്ടുപോയി? പിശാച് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത് പിശാച് ഉയർത്തി കൊണ്ടുപോകുന്നത് പതനം ശക്തമാക്കാൻ വേണ്ടിയാണ്. ദൈവം ഉയർത്തി കൊണ്ടുപോകുന്നത് സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് എത്തിയോ. ദൈവം മാനിച്ചുയർപ്പിക്കുന്നത് ഉയർത്തുന്നത് സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അതിന്റെ പരമാർത്ഥം പറയാമെങ്കിൽ സമ്മാനം തരാം. പിശാച് ഉയർത്തുന്നത് പതനം ശക്തമാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ചിന്തിക്ക്. ഉത്തരവാണത്. പാതാളത്തിൽ ഞാൻ ചോദ്യം ഇതാണ്. പിശാച് ഉയർത്തി കൊണ്ടുപോയി പതനം ശക്തമാക്കുന്നതിന്റെ കാര്യം എന്താണ്? പറഞ്ഞോ, വലിച്ചു പറ. ഒരു മുഖാന്തരമാക്കാൻ വേണ്ടി അല്ലേ? അത് അവിടെ ഇരിക്കട്ടെ. കൊള്ളാം, ഒരു ഉത്തരം കൊള്ളാം. ഞാൻ പറയട്ടെ യഥാർത്ഥ ആൻസർ. പിശാചിന്റെ ഹെഡ്ക്വാർട്ടർ പാതാളമാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. പിശാചിന്റെ ഹെഡ്ക്വാർട്ടർ എവിടാ? എത്ര പൊങ്ങിയാലും എവിടെ വരണം? പാതാളത്തിൽ വരണം. കർത്താവിന്റെ ഹെഡ്ക്വാർട്ടറോ? അത് സ്വർഗത്തിലാണ്. അതാണ് വ്യത്യാസം. ഒരാമയും പറഞ്ഞോട്ടെ. ഇവിടെ വായിച്ച വ്യത്യാസം ഇതെന്താണ്? അറുക്കുക, മോഷ്ടിക്കുക, മുടിക്കുക. നല്ല ബന്ധങ്ങളെ മോഷ്ടിക്കുക, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ മോഷ്ടിക്കുക. നല്ല ബന്ധങ്ങളെ അറുക്കുക, മുടിക്കുക എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ, അവസാനം വരെ നശിപ്പിച്ച് നാമാവിശേഷമാക്കുന്നതിലാണ് ആർക്ക് സന്തോഷം? പിശാചിന്. അത് കണ്ട് ചിരിക്കുന്ന ഒരു സംവിധാനമാണ് പിശാചിനുള്ളത്. ഒരാമയും പറഞ്ഞാട്ട്. അവിടെ ഒരു വാക്കുണ്ട്, അവർക്ക്. ആർക്കാണോ പിശാച് മുടിക്കുവാനും കൊല്ലുവാനും അറുക്കുവാനും ഒക്കെ പ്ലാൻ തയ്യാറാക്കിയവർക്ക് സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒരാമയും പറഞ്ഞാട്ട്. നാളുകൾ മുടിക്കുവാൻ പിശാച് പ്ലാൻ തയ്യാറാക്കിയവർക്ക്, ഒതുക്കുവാൻ പിശാച് പ്ലാൻ തയ്യാറാക്കിയവർക്ക്, നശിപ്പിക്കുവാൻ പിശാച് പ്ലാൻ തയ്യാറാക്കിയവർക്ക്, മോഷ്ടിക്കുവാൻ പിശാച് പ്ലാൻ തയ്യാറാക്കിയവർക്ക് സമൃദ്ധിയായ ജീവൻ മാത്രമല്ല, സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ അത്രേ യേശു വന്നിരിക്കുന്നത്. യേശു കൊടുക്കുമ്പോൾ സാധാരണമായിട്ടല്ല, അസാധാരണമായിട്ട്, സമൃദ്ധിയായിട്ട്, ധാരാളമായിട്ട്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായിട്ട്, അധികമായിട്ട് വേണ്ടുവോളം വെച്ചടി വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് എത്തിയോടെ സ്തുതിക്കട്ടെ. ഞാൻ ഇവിടേക്ക് മടങ്ങി വരാം. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാൻ താല്പര്യപ്പെടുക. കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു
41 വർഷങ്ങളോളമായി കൃപയാൽ. 41 വയസ്സ് എനിക്ക്. 41 ഉണ്ടോ നമ്മുടെ? 41 ഇല്ല, 41 11 14 41 വയസ്സുള്ള ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയാണ് ഞാൻ. 41 വയസ്സ്. എൻ്റെ 14ാമത്തെ വയസ്സിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല. ഒറ്റ കാര്യമുള്ളൂ, യേശു രക്ഷകൻ, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും അറിയത്തില്ല. സ്നാനപ്പെട്ടത് ഈ ആശ്രാമത്തുള്ള നമ്മുടെ ബേബി ആൻറ്റിയുടെ വീട്ടിനടുത്തുള്ള കടവിലാണ് സ്നാനപ്പെട്ടത്. അന്ന് സ്നാനത്തൊട്ടികളില്ല. എന്നെ സ്നാനപ്പെടുത്തിയത് AK ജോർജ് എന്ന അസംബ്ലീസ് കോഡിലെ പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ആൾക്കാർ പറഞ്ഞു മുറ്റി മാനസാന്തരം 3 മാസം. അത് കണ്ടപ്പോഴേ പറഞ്ഞു, എന്നോട് പറഞ്ഞു മുറ്റി മാനസാന്തരം 3 മാസം. പക്ഷേ കൃപയാൽ വാക്ക് വ്യത്യസ്തമായിട്ട് കർത്താവ് നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കുറവുകളും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ കർത്താവ് എല്ലാം മറികടക്കുവാൻ കർത്താവ് കൃപ നൽകും. ഈ 41 വർഷത്തെ തഴക്കത്തിലും പഴക്കത്തിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാം വിശ്വാസത്തിന് വേണ്ടി പറയുക. ഞാൻ പ്രാർത്ഥിച്ച് എവിടെ പോയോ അവിടെ ഒന്നും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല, തല കുനിക്കേണ്ടി വന്നിട്ടില്ല. ഇത് എനിക്കും നിനക്കും വിശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ പറയുക. 41 വർഷത്തെ പരിചയത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് എവിടൊക്കെ പോയോ അവിടൊക്കെ ഞാൻ ജയാളിയായി. അപ്പോൾ തന്നെ ദൈവം കീശയിലാണ് എന്ന് പറഞ്ഞു പോയ സന്ദർഭങ്ങളിൽ ദൈവം എൻ്റെ കീശയില്. പ്രാർത്ഥനയില്ല, ആരാധനയില്ല, പള്ളിയിലും പോകണ്ട, ദൈവം ഉണ്ട് എവിടാ? കീശയില. ആ നിലവാരങ്ങളിൽ പ്രവർത്തിച്ച ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവനെ കൈവിട്ടിട്ടില്ല. രാമൻ പറഞ്ഞാട്ട് കുറവുകൾ വന്നിട്ടും കൈവിട്ടില്ല. അത്രമാത്രം നല്ലൊരു കർത്താവാണ് ഈ കർത്താവ്. നമുക്കറിയാം, ഈ പലപ്പോഴും ജീവിതങ്ങൾ ആത്മഹത്യയിലേക്ക് പോകാൻ കാരണം എന്താണ്? ഒരു വിഷയമല്ല, എല്ലാ വിഷയം കൂടെ ഒരുമിച്ച് വന്നു കയറി. കടഭാരം വന്നു, നിന്ന വന്നു, ശത്രു വന്നു, രോഗം വന്നു, അനർത്ഥം വന്നു, എല്ലാം കൂടെ. പിന്നെ നിൽക്കക്കള്ളിയില്ല, ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ല. എന്നാൽ ഇത് അനുവദിക്കാതെ ഈ നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ ബലഹീനതകളിൽ തുണ നിന്നുകൊണ്ട് ഈ പ്രതികൂലങ്ങളെല്ലാം കൂടെ വരാതെ വന്ന പ്രതികൂലത്തെ പോലും വഴി മാറ്റിക്കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യും. ഈ ദൈവം എത്ര വലിയ ദൈവമാണ്! നീ നിന്ദിക്കപ്പെടുവാൻ അവൻ സമ്മതിക്കുകയില്ല, നീ തകരുവാൻ അവൻ സമ്മതിക്കുകയില്ല, നീ തള്ളപ്പെടുവാൻ അവൻ സമ്മതിക്കുകയില്ല, നീ ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഓ, പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, കീഴിലോ ശാശ്വത ഭുജങ്ങളുണ്ട്. പുരാതന ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, കീഴിലോ ശാശ്വത ഭുജങ്ങളുണ്ട്. ഭൂമി ഏത് വസ്തുവിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഇതാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം. അതുകൊണ്ടാണ് ചാടിയിട്ട് നമ്മൾ താഴോട്ട് വരുന്നത്, അല്ലേ? അല്പം പക്ഷെ മുകളിലേക്ക് പോയാലോ, ശൂന്യാകാശത്തിലോ ഇത് ഇല്ല. അതൊരു വലിയ സത്യമാണ്. ഒരാമേൻ പറഞ്ഞാട്ട്, ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോയാൽ നമ്മളെ താഴേക്ക് ഭൂമി ആകർഷിക്കും. പക്ഷേ നമ്മൾ അല്പം കൂടെ മുകളിലേക്ക് പോയാലോ, ദൈവത്തോട് അടുത്താലോ, ആ ഭൂഗുരുത്വാകർഷണം അവിടെ അസാധുവാകുകയാണ്. നമ്മളെ തകർക്കുന്ന പൈശാചിക പദ്ധതി അവിടെ അസാധുവാകുകയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. നോക്കുക, സുനിത വില്യംസ് അവിടെ കിടന്ന് കറങ്ങുകയാണ്, പാവപ്പെട്ടത്, അല്ലേ? ആ സഹോദരി പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നാട്ടിൽ കൊണ്ടുവരാൻ, പക്ഷേ കഴിയുന്നില്ല, അല്ലേ? എന്തായാലും കഴിയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കും. പക്ഷെ അതിൻ്റെ കാര്യം എന്താണ്? അവിടെ ഭൂഗുരുത്വാകർഷണ ബലം ഇല്ല.
ഇത് ആത്മീയതയിലും ഒരു പരമാർത്ഥമാണ്. ദൈവത്തോടടുത്താൽ പിശാചിന് പ്രവൃത്തിയില്ല. ദൈവത്തോടടുത്താൽ അനർത്ഥങ്ങൾക്ക് പ്രവൃത്തിയില്ല. ദൈവമായി നല്ല ബന്ധം പുലർത്തിയാൽ രോഗത്തിന് പ്രവൃത്തിയില്ല. നല്ല ആഗ്രഹങ്ങൾ എൻ്റെയും നിൻ്റെയും അകത്ത് വേണം. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ വളരെ ആഴമായി സംസാരിക്കുകയാണ്. ചില നല്ല ആഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് 28 വിധ പ്രാർത്ഥനകൾ നിങ്ങളെ പഠിപ്പിച്ചത്. ആ 28 വിധ പ്രാർത്ഥനകളും നിങ്ങൾ കൂടെ കൂടെ പ്രാർത്ഥനയിൽ ഉരുവിടണം. ഒരാമയും പറഞ്ഞാട്ട് എത്ര പേർക്ക് അതറിയാം? കുറച്ച് പേർക്ക് അറിയാം അല്ലേ? അത് കാണാപ്പാടം പഠിക്കണം കേട്ടോ. നല്ല പ്രാർത്ഥനാ മാറ്റേഴ്സ് ലഭിക്കുന്നതാണ് ഉയർച്ചയ്ക്ക് കാരണമാകുന്നത്. ഒരാമയും പറഞ്ഞാട്ട് 28 പ്രാർത്ഥനകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പലതും നിങ്ങളുടെ ഭാവിയെ ധന്യമാക്കുന്ന പ്രാർത്ഥനകളാണ്. ചിലത് ഞാൻ പറയാം, എല്ലാം പറയാൻ സമയക്കുറവുണ്ട്. ആദിമഹത്തായ പ്രതിഫലം. എന്താണ് ആദിമഹത്തായ? അബ്രഹാമിന് ദൈവം കൊടുത്തത് ആദിമഹത്തായ പ്രതിഫലമാണ്. കാര്യം എന്താണ്? അവൻ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരുന്നു. എന്തുകൊണ്ടാണ് അത് ആദിമഹത്തായതായത്? ദൈവം കൊടുക്കുന്നത് ആദിമഹത്തായതാണ്. ദൈവം കൊടുക്കുന്നത് അസാധാരണമാണ്. ദൈവം കൊടുക്കുന്നത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തം പരമാണ്. ആദിമഹത്തായ പ്രതിഫലം. വീണ്ടും ഞാൻ പഠിപ്പിച്ചു ആദിമഹത്തായ അന്ത്യസ്ഥിതി. ഫാസ്റ്റ് അതിപ്പോഴേ പ്രാർത്ഥിക്കണം. ഒരു നല്ല അവസാനം എനിക്കും നിനക്കും. പൊട്ടി അളിഞ്ഞു കിടക്കുന്ന അവസാനമല്ല. ആൾക്കാർക്ക് ഒരു ബാധ്യതയാകുന്ന അവസാനമല്ല. എൻ്റെ താല്പര്യം ഞാൻ കർത്താവോട് പറയാൻ, കർത്താവേ, അവസാന നിമിഷത്തിലും വിശ്വാസം പകർന്നുകൊണ്ട് നിന്റെ വരവ് താമസിക്കുമെങ്കിൽ കർത്താവേ, 120-ാമത്തെ വയസ്സിലും വിശ്വാസം പ്രസംഗിച്ചുകൊണ്ട് ഒരു നല്ല അവസാനം എനിക്ക് വേണം. ഒടിഞ്ഞു തൂങ്ങി കിടക്കരുത്. മറ്റുള്ളവർക്ക് ഒരു ഭാരമായി ഞാൻ മാറരുത്. ഇതൊക്കെ നല്ല ആഗ്രഹങ്ങളാണ്. ഞാൻ പറയാറുണ്ട്, ഒരു വിഷയത്തിൽ എത്രമാത്രം പ്രാർത്ഥന വീഴും അത്രമാത്രം വിടുതൽ ശക്തമായിരിക്കും. നമ്മൾ പറയും മക്കൾ അനുഗ്രഹം പ്രാപിക്കണം, കാറ് വേണം, വീട് വേണം. ഇതെല്ലാം ദൈവം തരും മക്കളെ. കാര്യം തൻ്റെ മക്കൾ ഉയരണമെന്നാണ് ആരുടെ ആഗ്രഹം. കാരണം നമ്മുടെ ദൈവം ആരുടെ ദൈവമാണ്? അബ്രഹാമിന്റെ ദൈവമാണ്. കാരണം ദൈവം ആ പേരാ എടുത്തത്. ദൈവം പറഞ്ഞില്ല ഞാൻ നോഹയുടെ ദൈവം, അല്ലെങ്കിൽ ഞാൻ ലോത്തിന്റെ ദൈവം. ദൈവം പറഞ്ഞോ? ഞാൻ ലോത്തിന്റെ ദൈവം. ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞു ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഇവരൊക്കെ ആരാ? അനുഗ്രഹിക്കപ്പെട്ടവരാ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. തന്റെ ജനത്തിന്റെ ഉയർച്ചയാണ് അവന്റെ താല്പര്യം. നീ രോഗം പിടിച്ച് കിടന്നാൽ, നീ കുടലിൽ കിടന്നാൽ, നീ സൈക്കിളിൽ സഞ്ചരിച്ചാൽ, നീ രോഗിയായി കിടന്നാൽ ദൈവനാമം ദുഷിക്കപ്പെടും. നീ ആരോഗ്യവാനായാൽ, നീ നല്ല വീട്ടിൽ പാർത്താൽ, നല്ല വാഹനത്തിൽ സഞ്ചരിച്ചാൽ, നീ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടും. പ്രിയമുള്ള, പ്രോസ്പെരിറ്റി അത് ദൈവത്തിന് ഇഷ്ടമാണ്. ഒരു വാക്യമുണ്ടോ? തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ദൈവം. ഒരമ്മയും പറഞ്ഞാട്ട്, തൻ്റെ ദാസന്റെ അപകടത്തിലല്ല, താഴ്ചയിലല്ല, ശ്രേയസിൽ, പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന ദൈവം. പ്രിയമക്കളെ, ഇന്ന് നിങ്ങളുടെ പാസ്റ്റർ കോടികളുടെ ആസ്തിയുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാം, കോടികളുടെ ആസ്തിയുണ്ട്. എന്തുകൊണ്ട് വന്നു? മക്കളെ, ഞാൻ അതെല്ലാം കൃപയാണ്. അതാദ്യം പറയട്ടെ. നമ്മുടെ വീര്യപ്രവർത്തികളൊന്നും അല്ല, കൃപയാണ്. എങ്കിൽ പോലും അകൃപ ദൈവം തന്നു. ആ കൃപയെ ഫലപ്രദമായി ഉപയോഗിച്ചു. സത്യമല്ലേ? ശക്തമായി പ്രാർത്ഥിച്ചു. എനിക്കൊരു ആഗ്രഹം തോന്നി, എനിക്ക് ഉയരണം, എൻ്റെ സാമ്പത്തികം ഉയരണം, എൻ്റെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരണം. ഇത് പറയുന്നത് കൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞവനെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം ആയെന്നല്ല. അല്പമേ ലഭിച്ചു. അല്പം ലഭിച്ചപ്പോൾ തന്നെ അത് അസാധാരണമാണ്.
നിങ്ങളുടെ അകത്ത് വിശ്വാസം നിറയാൻ വേണ്ടി ഞാൻ പറയുക. നിങ്ങളുടെ ഉയർച്ച ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു താല്പര്യം നിനക്ക് വേണം. എനിക്ക് ഉയരണം, എനിക്കിത് പോരാ, എന്റെ ദൈവം വലിയവനാണ്, വലിയവനാണ്, എന്നെ മാനിക്കാൻ അവന് കഴിയും. ഇതല്ല എന്റെ ഭവനം, ഇതല്ല എന്റെ കാറ്, എന്നെ ശ്രദ്ധമായി മാനിക്കാൻ ദൈവത്തിന് കഴിയും, 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 കഴിയും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ മസ്കറ്റിലുള്ള ഒരു ചർച്ചിന്റെ മുമ്പിൽ ഞാൻ 12 ദിവസത്തേക്ക് ഗൾഫിൽ പോയി. കാണാനും കേൾക്കാനും ആരുമില്ല, അറിയപ്പെടുന്ന വ്യക്തിയല്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു നേരത്തെ ആഹാരം വിളിച്ചു തരാൻ ആരുമില്ല. ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു പോയി. അത് ഒരു വലിയ ആരംഭത്തിന്റെ കാരണമായിരുന്നു, ഒരു വലിയ ആരംഭം. അത് പറയാൻ എനിക്ക് വാക്കുകൾ ഇപ്പോൾ സമയമില്ല. വലിയ ആരംഭമായിരുന്നു. ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു, ആരും വിളിച്ചിട്ടല്ല പോയത്. 12 വിസ കൂടാതെ പോയി. ദൈവത്തിന് അയക്കാൻ വിസ വേണ്ട കേട്ടോ. വിസ ഇല്ലാതെ ഗൾഫിലെത്തി. ചെന്നപ്പോൾ ഞാനും ഉണ്ട്. മുതുകാട്, എന്താണ് പേരെന്താ? മുതുകാട് മജീഷ്യൻ മുതുകാടും ഉണ്ട്. മുതുകാട് വളരെ ഫേമസ് ആയ ആളാണ്. അയാൾക്ക് ആര് കൊടുത്തു? വിസ കൊടുത്തു. എനിക്കും വിസ. പോയത് റിസ്ക് എടുത്താണ് പോയത്. ഇപ്രകാരം അവർ പറഞ്ഞു, തിരികെ ആളുള്ള ടിക്കറ്റ് കൂടെ എടുത്തോണ്ട് പോകണം, നിങ്ങൾക്ക് വിസ അടിച്ചില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ വരണം. ഞാൻ പറഞ്ഞു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. റിസ്ക് എടുക്കാൻ തയ്യാറായി വന്നു. എനിക്ക് മുതുകാടിനും വിസ അടിച്ചു തന്നു. ആരും കാണാനില്ല, കേൾക്കാനില്ല. ഒരു ചർച്ചിന്റെ മുറ്റത്ത് നിന്നു. ഒരു വെള്ളയും ഇട്ട മനുഷ്യൻ നടന്നുപോയി. ചോദിച്ചു, എന്താ നിൽക്കുന്നത്? ഒന്നുമില്ല. അയാൾ അകത്ത് പോയിട്ട് തിരിച്ചു വന്നു. ഇന്ന് താമസിക്കാൻ സ്ഥലമല്ലോ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ താമസിക്കാം. പിറ്റേ ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ചർച്ചിന്റെ മുമ്പിൽ പോയിരുന്നു. ഇരുന്ന് കരഞ്ഞു. കർത്താവേ, നീ എനിക്ക് വേണ്ടി അത്ഭുതം വഴി തുറക്കണം, എന്നെ സഹായിപ്പാൻ ആരുമില്ല. അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞു. ആരും കേൾക്കാനുമില്ല, കാണാനുമില്ല. പറഞ്ഞത് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചർച്ചിനകത്ത് എൻ്റെ കൺവെൻഷൻ നടന്നു. എവിടെ ഞാൻ കരഞ്ഞോ അവിടെ ഫ്ലെക്സ് വന്നു. ബ്രദർ ബിനു, ഡോക്ടർ അല്ല, ബ്രദർ ബിനു ജോസ് ചാക്കോ പ്രസംഗിക്കുന്നു. ഞാൻ പറഞ്ഞത്, നീ കരഞ്ഞാൽ നിന്റെ കരച്ചിൽ കാണുന്നൊരു ദൈവം. നീ മല്ല് പിടിച്ച് പ്രാർത്ഥിക്ക, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. കാര്യങ്ങൾ മാറിമറിയും, അസാധാരണമായത് സംഭവിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ ചോദിക്കും, എന്തിനാ അങ്ങനെ ദൈവം അയച്ചത്? 12 ദിവസം, 11ാമത്തെ ദിവസം ഒരു അത്ഭുതം നടന്നു. ആരും കേൾക്കാനില്ല, കാണാനില്ല. അപ്പോൾ തന്നെ ചില കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില സഭകൾ എന്നെ വിളിച്ചു, ഞാൻ പ്രസംഗിച്ചു, ശരിയാണ്. പക്ഷേ TV മിനിസ്ട്രി അന്ന് ആരംഭിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പരിചയവും തഴക്കവും ആർക്കുമില്ല. അതുകൊണ്ട് ആരും നല്ല വാക്ക് പറഞ്ഞ് വിളിക്കുന്നില്ല. പിന്നെ ഏതോ സഭയിലൊക്കെ വിളിച്ച് 2 പ്രസംഗങ്ങൾ തന്നു, ശരിയാണ്. 11ാം ദിവസം ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു മനുഷ്യൻ, കൊല്ലത്തുള്ളൊരു മനുഷ്യൻ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് ശുശ്രൂഷ തരാൻ വേണ്ടിയൊന്നും അല്ല, ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ആ വീട്ടിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് നടന്ന് സംസാരിക്കാം. അവിടെ കൃത്രിമമുണ്ടാക്കിയ ഒരു പുൽത്തകടി ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് അല്പം പരമാർത്ഥതയുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനൊരു ഫോൺ നമ്പർ തരാം, അതിലേക്കൊരു കോൾ ചെയ്യണം. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ
ഒരു ഫോൺ നമ്പർ തരാം, അവിടേക്ക് നിങ്ങൾ ഫോൺ ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി, ഫോൺ ചെയ്യാം. പക്ഷേ അത് മരുഭൂമിയിലാണ്, നിങ്ങൾ പോകണം. ഞാൻ ഫോണിലേക്ക് വിളിച്ചു. സെക്രട്ടറി ഫോൺ എടുത്തു. വലിയ മനുഷ്യൻ്റെ സെക്രട്ടറി ഫോൺ എടുത്തത്. ഞാൻ പറഞ്ഞു ഇന്ന പോലെ എനിക്ക് അവിടുത്തെ ബോസിനെ ഒന്ന് കാണാൻ താല്പര്യമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ പിച്ച് വെച്ച് തുടങ്ങിയ ഒരാളാണ്. അങ്ങനെയൊന്നും പറഞ്ഞു കാണത്തില്ല, ഉള്ള കാര്യം പറയും, കാണാൻ താല്പര്യമുണ്ട്. കൃപയാൽ ദൈവം നിശ്ചയിച്ചതുകൊണ്ട് ആ സെക്രട്ടറി ബോസിന് ഫോൺ കണക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു നാളെ 10 മണിക്ക് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. 12ാമത്തെ ദിവസം അന്ന് വൈകിട്ട് വിമാനം കയറണം. 12ാമത്തെ ദിവസം രാവിലെ ഞാൻ അങ്ങോട്ട് യാത്രയായി. മരുഭൂമിയിലേക്ക് ഒരു ബസ്സിൽ കയറി, അവിടെ ഇറങ്ങി, പിന്നെ നടക്കുക. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അപ്പുറത്ത് അപ്പുറത്ത്. നടന്ന് മരുഭൂമിയിൽ വെയിലും കൊണ്ട് നടന്ന് അവസാനം ഹാഗാറിനെ പോലെ നിലവിളിക്കാൻ. എനിക്ക് ഒന്നും വേണ്ട, തിരിച്ചു പോയാൽ മതി, എൻ്റെ അമ്മയെ കാണണം, അമ്മയെ കാണണം. കാരണം മരുഭൂമിയാണ്, കാല് പോലും പൊതയുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ 2 പേരെ അവിടെ കർത്താവ് കൊണ്ടുവന്നു, ദൈവം കൊണ്ടുവന്നു. ചോദിച്ചു എന്താ അവിടെ കിടന്ന് കറങ്ങുന്നത്? ഞാൻ പറഞ്ഞു ഇന്ന കാര്യമാണ്, ഇന്നയാളെ കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ഫേമസ് ആണ് അവിടുത്തെ. അവർ പറഞ്ഞു അത് ഇനി കുറച്ചുകൂടെ പോകണം, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് ഫോൺ ചെയ്യാം. അവരങ്ങോട്ട് ഫോൺ ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ വില കൂടിയൊരു കാറ് ആ മരുഭൂമിയിൽ എന്നെ തേടി വന്നു. കാറിൽ കയറി ഞാൻ ചെന്നു, അദ്ദേഹത്തെ കണ്ടു, കാര്യം പറഞ്ഞു, കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചു. എൻ്റെ സുവിശേഷ താല്പര്യങ്ങൾ, എൻ്റെ മിനിസ്ട്രിയിലുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം പങ്കുവെച്ചു. അയാളൊരു കാര്യമുണ്ട് ചോദിച്ചു, പാസ്റ്റർ നിങ്ങളെ കണ്ടിട്ട് ഒരു നല്ല വർത്തമാനം പറഞ്ഞു. അങ്ങനെ ആ വാചകങ്ങളൊന്നും ഓർക്കുന്നില്ല, ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. ഞാനൊരു സംരംഭം ആരംഭിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എടുത്ത വഴി ഞാൻ പറയുകയാണ്, തുടങ്ങരുത്. ഓർക്കണം, 40 പ്രവാചകന്മാർ വന്ന് പറഞ്ഞേക്കുകയാണ് തുടങ്ങാൻ. അപ്പോഴാണ് ഒരുത്തം വന്ന് പറയുന്നത് തുടങ്ങരുതെന്ന്. അയാളെന്നെ പറഞ്ഞു വിട്ടു, ഒന്നും തന്നില്ല, പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ മാത്രമാണ് ദൈവശബ്ദം പറഞ്ഞത്. അത് ബന്ധുക്കളുടെ ഒരു ചതിവായിരുന്നു, വലിയൊരു തട്ടിപ്പായിരുന്നു. അദ്ദേഹം പ്രതിഫലമായിട്ട് 1 കോടി രൂപ എനിക്ക് തന്നു. നിങ്ങൾ വിചാരിക്കും എടുത്ത് കൈ തന്നെന്ന്. അല്ല, അതിൻ്റെ നിലവാരങ്ങളിൽ, നഷ്ടപ്പെടാത്ത നിലവാരങ്ങൾ അതെനിക്ക് തരുവാനിടയായി. പിന്നെയും 1 കോടി. ഞാൻ പറഞ്ഞത് ആരും അറിയപ്പെടാത്തൊരുത്തനാണ്. പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട. നിന്റെ പരമാർത്ഥതയിൽ നിന്റെ നല്ല ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ചോദിക്കും പാസ്റ്ററെ അതൊക്കെ എന്തോ ചെയ്തു? കൃപയാൽ ഫെയ്ത്ത്ഫുള്ളായിട്ട് ഉപയോഗിക്കാനിടയായി. ഇന്നും കൃപയാൽ ഫെയ്ത്ത്ഫുള്ളാണ്. നാളത്തെ കാര്യം അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, ഇതിനേക്കാൾ അത്ഭുത വഴി ദൈവം തുറക്കും. നിങ്ങൾ ചോദിക്കും പാസ്റ്റർ മക്കളെ പഠിപ്പിച്ചില്ലേ? പാസ്റ്റർ ഫുഡ് കഴിച്ചോ? എന്താ അത് തെറ്റാണോ? വചനം എന്താ പറയുന്നത്? ആടിനെ വളർത്തുന്നവൻ ആടിന്റെ പാലുകൊണ്ട് ഉപജീവിക്കണം. അല്ലാതെ തെറ്റെന്താണത്? ദൈവം തരുന്ന പ്രാർത്ഥിച്ചു വാങ്ങുന്ന പഠിത്തം എന്താ തെറ്റ്? അത് നിന്റെ അനുഗ്രഹത്തിന് ദൈവം തരുന്നതാണ്. നോക്കുക, ആ വഴി വേറെ ആർക്കും തുറക്കാൻ ഒക്കുവോ? അവിടെ അടുക്കാനൊക്കത്തില്ല. അവിടെ ദൈവം പറഞ്ഞത് കൊണ്ടാണ് കാര്യങ്ങളെ ക്രമീകരിക്കപ്പെട്ടത്. അത് എന്റെ നന്മയായിട്ട് ദൈവം തന്നതാണ്, അതെന്റെ അവകാശമാണ്. ഒരാമേൻ പറഞ്ഞാട്ട്. അപ്പോൾ തന്നെ കർത്താവിന്റെ വേലയിലും ഫെയ്ത്ത്ഫുൾ ആയിരിക്കാൻ കർത്താവ് മക്കളെ പഠിപ്പിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഭവനം പണിഞ്ഞതെല്ലാം അതിനകത്ത് ദൈവനാമത്തിന് മഹത്വമായിട്ടാണ്, കൃപയാൽ. അതെല്ലാം കൃപയാണ്. അപ്പോഴും നാം അപ്രയോജന ദാസന്മാർ, ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല. അതാണ് എപ്പോഴും പറയേണ്ടത്. ഞാൻ പറഞ്ഞത്, മക്കളെങ്കിലോ അവകാശികൾ. മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചാൽ അസാധാരണ വഴി ദൈവം തുറക്കും.
അസാധാരണ വഴി ദൈവം തുറക്കും. പ്രിയമക്കളെ, ഓരോ ദിവസവും അത്ഭുതങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പൈസ വെച്ചോണ്ടാണ് അവിടെ പണി നടത്തുന്നത്. അല്ല, ഇതുവരെ പണിഞ്ഞ പണികളിൽ എൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. കൃപയാൽ, ഞാൻ കൃപ ചേർത്തേ പറയത്തുള്ളൂ. കാരണം ദൈവം ആരോഗ്യം തന്നുകൊണ്ടാണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ തന്നെ ഓരോ ദിവസവും ഞാൻ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. 1000 രൂപയ്ക്കുള്ളത് ഞാൻ 100 രൂപയ്ക്ക് കണ്ടെത്തും. പല കടകൾ കയറി ഇറങ്ങി 1000 രൂപ വിലയുള്ളത് 100 രൂപയ്ക്ക് ഞാൻ കണ്ടെത്തും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ഞാൻ ചെയ്യും, ചുമടിച്ചു വെക്കും. ഒരാൾ ദൈവമല്ല ഞാൻ. വളരെ കഷ്ടപ്പെട്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എനിക്കറിയാം ഒരു കാര്യം, എന്നും കഷ്ടപ്പാടല്ല, ഒരു വലിയ വിശാലത വരുന്നുണ്ട്. പൈസ ഒന്നും കൈവച്ചല്ല മക്കളെ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതം നടന്നു. പൈസ ഇല്ല, മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു ബന്ധുക്കൾ സഹായിക്കാനില്ല, പ്രസ്ഥാനങ്ങളില്ല, സംഘടനകളില്ല, സായിപ്പും മദാമയും ഇല്ല. മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു. പാസ്റ്ററെ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് തരണം. നോക്കിയപ്പോ ആരാ? സത്യം പറയാലോ, അദ്ദേഹം ആർക്കെങ്കിലും പണം കൊടുത്തായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. കാക്കയാൽ ഏലിയാവിനെ പോഷിപ്പിച്ച കർത്താവ്. ഞാൻ വിചാരിച്ചു, ഓ വല്ല 1000 2000 രൂപ ഇട്ടു തരും, അത്രേ പ്രതീക്ഷയുള്ളൂ. കാരണം അക്കൗണ്ട് നമ്പർ മേടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ നമ്പർ, നമ്പർ, ഫോൺ നമ്പർ ചോദിച്ചാൽ അക്കൗണ്ട് നമ്പർ ചോദിച്ചതുകൊണ്ട് 1000 2000 ഇട്ടു തരും. നിങ്ങൾക്കറിയാമോ, 57,000 രൂപ അദ്ദേഹം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മക്കളെ, നാളുകൾ ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ട്, ഒന്ന് സംസാരിച്ചു, ആ വീട്ടിൽ ഒരു ദിവസം പാർത്തു. അതല്ലാതെ യാതൊരു ബന്ധങ്ങളുമില്ല, ഒരു സഹായവും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു അടഞ്ഞ അധ്യായം. പ്രാർത്ഥിച്ചപ്പോൾ കാക്കയാൽ ഏലിയാവിനെ പോഷിപ്പിച്ച കർത്താവ് അത്ഭുത വഴി, അത്ഭുത വഴി, അത്ഭുത വഴി, ഇനി എത്രയോ അത്ഭുത വഴികൾ തുറക്കാനിരിക്കുന്നു. സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഒരു പ്രസ്ഥാനത്തിന്റെ സൂപ്രണ്ടിനെ സഹായിക്കുകയാണെങ്കിൽ സൂപ്രണ്ട് കൺവെൻഷനിൽ പേര് വിളിച്ചു പറയും, കഴിഞ്ഞ മാസം നമ്മളെ ഇന്നാൾ സഹായിച്ചു, ദാ മാസികയിൽ പേര് വരും. ഇത് വല്ലോ ഞാൻ ചെയ്യുമോ? പേര് വിളിച്ച് പറയുമോ? ഇല്ല. ഇന്ന് പറഞ്ഞോ? പേരൊന്നും പറഞ്ഞില്ല, ഒരാളെന്നേ പറഞ്ഞോളൂ. കാക്കയെന്നാ പറഞ്ഞത്, അല്പം താഴ്ത്തി കെട്ടിയാ പറഞ്ഞത്. പക്ഷേ ദൈവം പേര് വിളിച്ചു പറയും, ദൈവം മാനിക്കും. അത് മനസ്സിലാക്കിയാണ് ആ ഭക്തൻ നമ്മെ സഹായിച്ചത്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ഉറവകൾ വറ്റിയിട്ടില്ല. നിനക്ക് വേണ്ടി അത്ഭുത ഉറവകളെ ദൈവം തുറക്കും. പാസ്റ്റർ, ഇതെല്ലാം പാസ്റ്റർ കാര്യമല്ലേ? പാസ്റ്റർ ഭയങ്കര പ്രാസംഗികനായിരിക്കാം, TV പ്രസംഗിച്ച് കാണും, ഓൺലൈൻ. ഞങ്ങൾ ആരാ പാസ്റ്റർ? പാവപ്പെട്ട വിശ്വാസികൾ. അങ്ങനെ ചിന്തിക്കരുത് മക്കളെ. നിങ്ങളുടേതായ നിലവാരങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിന് 1000 വഴിയുണ്ട്. ഒരമേൻ പറഞ്ഞാട്ട്, ഒരമേൻ പറഞ്ഞാട്ട്. നിങ്ങളുടെ നിലവാരങ്ങളിൽ നിങ്ങളെ സഹായിപ്പാൻ ദൈവത്തിന് 1000 വഴിയുണ്ട്. നിങ്ങളുടെ നിലവാരങ്ങളിൽ നിങ്ങളെ സഹായിപ്പാൻ ദൈവത്തിന് 1000 വഴിയുണ്ട്. ഒന്ന് പറഞ്ഞാട്ട് എല്ലാവരും, എൻ്റെ നിലവാരങ്ങളിൽ എന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവത്തിന് 1000 വഴികളുണ്ട്. ഒരിക്കൽ കൂടെ, എൻ്റെ നിലവാരങ്ങളിൽ എന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവത്തിന് 1000 വഴികളുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ നാളുകൾ പിശാച് പ്ലാൻ തയ്യാറാക്കി വെച്ചവർക്ക്
സമൃദ്ധിയായ ജീവൻ കൊടുപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒരു വിശാലത വരുന്നുണ്ട്. നല്ല ദിവസങ്ങൾ മുമ്പിലുണ്ട്. കാഴ്ചപ്പാടുകൾ നീ പുറകോട്ട് പോകരുത്. ദൈവത്തെ കുറച്ച് കാണരുത്. നിരാശപ്പെട്ടു പോകരുത്. മനസ്സിടിച്ചു പോകരുത്. ദൈവത്തിന് കഴിയും, കഴിയും, കഴിയും. മകളെ, ഒരമ്മ തന്നെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അത്ഭുത വഴികൾ വരും ദിവസം നിനക്ക് വേണ്ടി മാത്രമായി തുറക്കും. ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം വിശ്വസിക്കാമെങ്കിൽ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കും. പ്രിയമക്കളെ, എനിക്കൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാനുണ്ട്. ഇതുവരെയും എനിക്ക് തുറന്നതെല്ലാം അത്ഭുത വഴികളാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ ആരെയും വിളിച്ചിട്ടില്ല, ആർക്കും SMS അയച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല. അതൊക്കെ വെറും തെറ്റാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആൾക്കാരോട് SMS അയച്ചിട്ടുണ്ട്, പക്ഷേ അവരൊന്നും പ്രതികരിച്ചിട്ടില്ല. സത്യം പറയാം മക്കളെ, നമ്മളൊരാവശ്യവുമായി ബന്ധപ്പെട്ട് പല വഴികൾ നോക്കും, ഇല്ലേ? സത്യം ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞ ആരും നന്നായിട്ട് എന്നെ സഹായിച്ചിട്ടില്ല, പക്ഷെ അറിയാത്ത വഴി ദൈവം തുറന്നു. ഞാൻ പരമാർത്ഥമായി സംസാരിക്കുകയാണ്. വെച്ചുകെട്ടലുകളില്ല, വളച്ചൊടിക്കലില്ല, കള്ളത്തരങ്ങളും പൊതിയലുമില്ല. ഉള്ളത് പറയുകയാണ്. ഒരു ആവശ്യം വരുമ്പോൾ പല വഴികൾ നോക്കും. ബാങ്കിൽ പോകും, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണയം വെക്കാൻ നോക്കും. ഇതെല്ലാം മാനുഷികമാണ്, പക്ഷേ അതെല്ലാം അടഞ്ഞ വഴികളായി. ബാങ്കുകാരെ പോയി ഒരാള് ചെന്നിരുന്ന് പറഞ്ഞ് പഠിപ്പിച്ചു, കൊടുക്കരുത്, അവൻ പൊട്ടി നിൽക്കുകയാണ്. എൻ്റെ ബാങ്ക് മാനേജരോട് ഒരു ബന്ധു പോയിരുന്ന് പറയുകയാണ്, കൈ കൊടുക്കല്ലേ, അവൻ പൊട്ടി നിൽക്കി. അവൻ മന്ദബുദ്ധി. ദൈവം എന്നെ മാനിക്കുന്ന ദിവസങ്ങൾ. അത് കഴിഞ്ഞിട്ട് എത്രയോ കോടി ദൈവം തന്നു. അവന് എൻ്റെ ദൈവത്തെ അറിയത്തില്ല. അവൻ്റെ വിചാരം അവൻ പോയി മാനേജരെ തടുത്തപ്പോഴത്തേക്ക് അനുഗ്രഹം തടസ്സപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. അവർ പാര വെച്ചപ്പോഴത്തേക്ക് തടസ്സപ്പെട്ടു എന്നാണ്. അതെനിക്ക് നന്നായി. കടം വാങ്ങേണ്ടി വന്നില്ല, ലോൺ എടുക്കേണ്ടി വന്നില്ല. എനിക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതാണ് വേദപുസ്തകം പറയുന്നത്. നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, ദൈവമോ അതെനിക്ക് ഗുണമാക്കി തീർത്തു. മനുഷ്യൻ ദോഷം വിചാരിക്കട്ടെ, ബന്ധുക്കൾ ദോഷം വിചാരിക്കട്ടെ, അസൂയക്കാർ ദോഷം വിചാരിക്കട്ടെ, ദൈവം നീ ഗുണമാക്കി തീർത്തു. എത്ര എത്ര അനുഭവം ഉണ്ടെന്നറിയാമോ? ദോഷം വിചാരിച്ചപ്പോൾ ശത്രു എന്താ വിചാരിച്ചത്? ഇതോടെ അവൻ ഒതുങ്ങി, അവൻ ചളങ്ങി, പൊട്ടി. അവൻ നശിച്ചല്ലാതെ ഒരു കുറവും ദൈവമകനുണ്ടായില്ല. ദൈവം നടത്തും. ഇത് ദൈവത്തിന്റെ വേലയാണ്, ദൈവപ്രവൃത്തിയാണ്. സഹായിക്കുന്നത് മനുഷ്യരല്ല, സ്വർഗത്തിലെ ദൈവമാണ്. അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല, ഒന്നിനും കുറവില്ല. അവന്റെ ഭണ്ഡാരത്തിൽ നന്മയ്ക്ക് കുറവില്ല, അവന്റെ ഭണ്ഡാരത്തിൽ കെട്ടിടങ്ങൾക്ക് കുറവില്ല, അവന്റെ ഭണ്ഡാരത്തിൽ സ്വർണത്തിനും വെള്ളിക്കും കുറവില്ല, അവന്റെ ഭണ്ഡാരത്തിൽ ബഹുമാനത്തിന് കുറവില്ല, അവന്റെ ഭണ്ഡാരത്തിൽ ശുശ്രൂഷയ്ക്ക് കുറവില്ല. ഒരു വാക്യമേ ഞാൻ വായിച്ചുള്ളൂ. 7 വാക്യം പ്രസംഗിക്കാൻ വന്നതാണ്. പക്ഷെ ഈ വാക്യം നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. അറുപ്പാനും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക്, ആർക്ക്? പിശാച് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും പ്ലാൻ തയ്യാറാക്കിയവർക്ക് സമൃദ്ധി, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ യേശു വന്നിരിക്കുന്നത്. അവിടെ കള്ളൻ എന്ന സ്ഥലത്ത് സാത്താൻ എന്ന് വായിക്കണം, ഞാൻ എന്ന സ്ഥലത്ത് യേശു എന്ന് വായിക്കണം. ഒരാമയും പറഞ്ഞാട്ട് ഒരു നിമിഷം എഴുന്നേൽക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് കർത്താവ് തന്നിട്ടുണ്ട്. വിശ്വാസ വാക്കുകൾ ദൈവം തന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം? യെസ്, ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഇന്ന് കേട്ട ദൂതിനായി സ്തോത്രം ചെയ്യാം. ഓ
കേട്ട ദൂതിനായി സ്തോത്രം ചെയ്യുക. യേശു തരും ജയമോർത്തു സ്തുതിച്ചിടുക. ഇന്നു കേട്ട ദൂതിനായി സ്തോത്രം ചെയ്യുക. യേശു തരും ജയമോർത്തു സ്തുതിച്ചിടുക. വചനത്തിന്റെ വൻക്രിയ വെളിപ്പെടുമേ, വചനത്തിന്റെ വൻക്രിയ വെളിപ്പെടുമേ. നിന്റെ അനുഗ്രഹം ശാശ്വതമേ, നിന്റെ അനുഗ്രഹം ശാശ്വതം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. യേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം എന്ന ശുഭത്തെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കും. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. കാലമെല്ലാം കഴിയൂ, ഇന്നു കൺമതെല്ലാം അഴിയൂ. കാലമെല്ലാം കഴിയൂ, ഇന്നു കൺമതെല്ലാം അഴിയൂ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാം നിത്യതയിൽ മറയോ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാം നിത്യതയിൽ മറയും. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കും. രക്തത്താലും വചനത്താലും ജയം. ശക്തിയോടെ ഉണർവോടെ ഉത്സാഹത്തോടെ കരങ്ങളെ ചേർത്തടിച്ച് ഉത്സാഹത്തോ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണം കർത്താവേ. അവർ കേട്ട വിശ്വാസ വാക്കുകൾ അവരുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തട്ടെ കർത്താവേ. അകത്തെ മനുഷ്യന്റെ ബലമാണ് പുറത്തെ മനുഷ്യന്റെ ബലം. അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും അവരെ പിന്തുടരട്ടെ. ഇന്ന് കേട്ടതുപോലെ കർത്താവേ, മല്ലു പിടിച്ച് പ്രാർത്ഥിപ്പാൻ എനിക്ക് ഉയർച്ച ദൈവം തരും, അതെൻ്റെ അവകാശമാണ്. മല്ലു പിടിച്ച് പ്രാർത്ഥിപ്പാൻ കൃപ നീ കൊടുക്കണേ കർത്താവേ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രക്തക്കൊഴൽ മറയ്ക്കുന്നു, ദൂതന്മാരെ കാവലാക്കുന്നു. മടക്കി യാത്രയിൽ കൂടിയിരിക്കണം. ഞായറാഴ്ച വരാൻ കൃപ കൊടുത്താണ്. ഒരാൾ പോലും ഞായറാഴ്ച ആരാധന മുടക്കല്ലേപ്പാ. അപ്പോൾ അവരർപ്പിച്ച സ്വത്ര കാഴ്ചയ്ക്ക് പകരമായി അമർത്തി കുലുക്കി കവിന്നവർ കൊടുക്കണേപ്പാ. രക്തമുദ്രയാകട്ടെ. ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ദ ലോർഡ് ബ്ലെസ് യു ആൻഡ് കീപ് യു. രക്തമുദ്രയാണ് യേശു നാമത്തിന് ആമേൻ. പിതാവായ ദൈവത്തിന് സ്നേഹപുത്രനാക്കി ശ്രമിക്കും. ദൈവാത്മാവിന്റെ കൂട്ടായ്മയെ കേട്ട എല്ലാ വിശ്വാസ വാക്കുകളോടും എല്ലാ കുടുംബത്തോടും നടക്കാൻ പോകുന്ന സൺഡേ വർഷിപ്പിനോടും വരെ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.